ഹരീഷ്ണ, അപ്പൊ നമ്മൾ വിരാട് രൂപത്തിന്റെ വർണ്ണനയിലാണ് പോകുന്നത്. വിരാട് രൂപം സൂക്ഷ്മതലത്തിലും സ്ഥൂലതലത്തിലും നമ്മൾ വിരാട് രൂപത്തിന്റെ ഓരോ അവയവങ്ങൾ അല്ലെ, ഓരോരോ അവയവങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. അതില് ഇന്ദ്രിയങ്ങള് പറഞ്ഞു, ജ്ഞാനേന്ദ്രിയങ്ങള്, പിന്നീട് കർമ്മേന്ദ്രിയങ്ങള് എല്ലാം പറഞ്ഞു. അപ്പൊ അതിന്റെ എല്ലാറ്റിന്റെയും കഴിവ്, അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? സ്ഥൂലമായിട്ടുള്ളതും സൂക്ഷ്മമായിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള കഴിവുകളും എങ്ങനെ പ്രവർത്തിക്കുന്നു ഇതെല്ലാം പറഞ്ഞു വിരാട് രൂപത്തിന്റെ തലത്തിൽ അല്ലെ. ഇപ്പോ ഇവിടെ ഇനി പറയാണ് ഏതത് ഭഗവതോ രൂപം, ഈ ഭഗവാന്റെ രൂപം, അതായത് നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരുന്ന വിരാട് രൂപം സ്ഥൂലം തേ വ്യാഹൃതം മയാ. എന്താണ്? പ്രത്യേകിച്ച് അതിനൊരു സ്ഥൂല രൂപമില്ല. ഇനി അതിൻ്റെ ഒരു സൂക്ഷ്മ രൂപവും രണ്ടും കൂടി ചേർത്ത്, ഈ രണ്ട് ശ്ലോകം കൂടി ചേർത്ത് പറയാം. അപ്പോൾ സ്ഥൂല രൂപം അല്ലെങ്കിൽ സൂക്ഷ്മ രൂപം ഇതൊന്നുമേ അല്ലാതെ ഇതിനെല്ലാം ഉപരിയായി ഭഗവാന് ആധ്യാത്മികമായിട്ടുള്ള ഒരു രൂപമാണുള്ളത്. ഭഗവാൻ ഇപ്പൊ നമ്മൾ കാണുന്ന അല്ലാതെ രീതിയില് ഗോലോക വൃന്ദാവനിലുള്ള ഭഗവാന്റെ ഒരു രൂപം, ആ രൂപമാണ് പറയുന്നത്. ഇവിടെ സ്ഥൂല രൂപത്തെക്കുറിച്ചും സൂക്ഷ്മ രൂപത്തെക്കുറിച്ചും ഒക്കെയും പറഞ്ഞു. അപ്പൊ വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഭഗവാൻ ഇപ്പൊ രൂപമൊക്കെ വെച്ച് വരുന്നേ ഉള്ളോ? ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയല്ല, ഭഗവാൻ ഇത് അവതരിക്കുന്നു ഇങ്ങനെ ആ ഒരു വിരാട് രൂപത്തിന്റെ ഫോമിലൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി, നമുക്ക് ഇതിന്റെ സൃഷ്ടിയുടെ ഗഹനമായിട്ടുള്ള രീതികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ വിവരിക്കുന്നു എന്നല്ലാതെ അവിടെ ശാശ്വതമായ ഒരു വിരാട രൂപം ഇല്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ആധ്യാത്മികമായിട്ടുള്ള ഒന്നാണ്. അല്ലാതെ ഇതുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ മനുഷ്യന്റെ രൂപം പോലെ ഒരു രൂപം, ഭഗവാന് രൂപമുണ്ട്, രൂപമില്ല എന്നല്ല പറയുന്നത്. പക്ഷെ വിരാട് രൂപം എന്ന ഒന്ന് ശാശ്വതമായിട്ടുള്ളത് അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം എന്താണ്? മയ മഹ്യ ആദി ആവരണയെ. എത്ര ആവരണങ്ങളുണ്ട്? 8. അഷ്ടഭിർ ബഹിരാവൃതം. ബഹിഹി പുറമേ എത്ര ആവരണമുണ്ട്? 8 ആവരണങ്ങളുണ്ടെന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മൾ 7.5 നമ്മുടെ ഭഗവത്ഗീതയിൽ നോക്കിക്കഴിഞ്ഞാല് 7.5 അപരേയം ഇത് തുന്യാം പ്രകൃതി അല്ല, 7.5 അല്ലല്ലോ, 7.4 സോറി 7.4 പറയുന്നുണ്ട്, ഭൂമിരാപോ അനിലോ വായു ഖം മനോബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. അവിടെ പറയുന്നുണ്ട് 8 തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു ഭിന്ന പ്രകൃതി, അത് ഭഗവാന്റേതാണ് എന്നുള്ളത് പറയുന്നുണ്ട് അല്ലെ. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി, ഈ ഭൗതിക പ്രകൃതി ഭിന്നമായിട്ടുള്ളത് അത് എന്തൊക്കെയാണ്? ഭൂമിർ ആപോ അനിലോ വായു. ഏതൊക്കെ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇത് പഞ്ചഭൂതങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം. ഇങ്ങനെ 8 എന്നാണ് ഇവിടെ നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭാഗവതത്തിൽ പറയുമ്പോഴ് മനസ്സും ബുദ്ധിയും വരുന്നത് വിദ്യാഹങ്കാരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ അത് ഞാൻ പറഞ്ഞിരുന്നു. ഏതിൽ നിന്ന്? മഹത്തത്വയിൽ നിന്നും മിഥ്യാഹങ്കാരം ഉണ്ടാവുന്നു എന്നും, മിഥ്യാഹങ്കാരത്തിന്റെ സത്വഗുണത്തില് മനസ്സുണ്ടാകുന്നു. പിന്നീട് രജു ഗുണത്തിലുള്ള ഏതൊക്കെയാണ് പറഞ്ഞത്? സെൻസസ് പറഞ്ഞു അല്ലെ, ഈ ഇന്ദ്രിയങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാ? കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും പറഞ്ഞു അല്ലെ. അപ്പൊ മന വന്നു, ബുദ്ധിയും വന്നല്ലോ അല്ലെ. പിന്നെന്ത് വന്നു? ഇഗ്നോറൻസ്, മൂന്നാമത്തെ തമോ ഗുണത്തില് പിന്നീട് സെൻസ് ഓബ്ജക്റ്റ് എല്ലാം പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് വരുന്നത് എല്ലാം തന്നെ ഏതിലാ വരുന്നത്? ഫോൾസ് ഈഗോയിലാണ്, അല്ലെങ്കിൽ മിഥ്യാഹങ്കാരത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ 7.4 ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം എത്ര എണ്ണം? പഞ്ചഭൂതങ്ങൾ, അത് 5 എണ്ണം വന്നു. പിന്നെ പറഞ്ഞിരിക്കുന്ന മനസ്സും ബുദ്ധിയും വിദ്യാഹങ്കാരവും ഒരുമിച്ചാണ് എടുക്കുന്നത് ഭാഗവതത്തില്. ഓക്കെ, അപ്പൊ 6 എണ്ണം അല്ലെ. ഇനി 2 എണ്ണം കൂടി വരുന്നുണ്ട്. ആ 2 എണ്ണം ഏതാ പറയുന്നതെന്ന് വെച്ചാല് മഹത്തത്വയും പ്രധാനയുമാണ്. മഹത്തത്വയും പ്രധാനായി. പ്രധാന എന്ന് പറഞ്ഞാല് പ്രകൃതിയുടെ തന്നെ പൂർവമായിട്ടുള്ള രൂപത്തെയാണ് പ്രധാന എന്ന് പറയുന്നത്. ഈ പ്രധാന എന്താണ് എന്നുള്ളത് നമ്മൾ 3ാമത്തെ ക്യാൻറ്റോയില് 26ാമത്തെ അധ്യായത്തിൽ ധാരാളം ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്, വിവരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രധാന എന്താണെന്നുള്ളത്.
പ്രധാനയുടെ അതിലൊരു ശ്ലോകം നോക്കിക്കഴിഞ്ഞാല് 3ാമത്തെ കാൻഡോയില് 2ാമത്തെ വോളിയം ബുക്കാണ് വരുന്നത്. അത് 26ാമത്തെ അധ്യായം 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പഞ്ചഭിർ ബ്രഹ്മ ചതുഭിർ ദശഭിസ്തഥാ. അതില് 5 സ്ഥൂല ഇന്ദ്രിയങ്ങൾ, 5 സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ, 4 ആന്തരേന്ദ്രിയങ്ങൾ, ജ്ഞാനാർജനത്തിനുള്ള 5 ഇന്ദ്രിയങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള 5 ബാഹ്യേന്ദ്രിയങ്ങൾ എന്നീ ഘടകങ്ങളുടെ സഞ്ചയം പ്രധാന എന്നറിയപ്പെടുന്നു എന്ന് ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ട്. ഒരുപാട് ശ്ലോകങ്ങളിൽ അതിൽ പ്രധാന എന്താണെന്ന് വിവരിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മഹത്വത്തെ കുറിച്ചും ഒക്കെ വിവരിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും പഠിക്കാം. ഇപ്പൊ തന്നെ നമ്മൾക്കത് ഒരു അചിന്തനീയമായിട്ടുള്ള കാര്യമാണ് കുറെയൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇനി ആ ഹയർ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഇപ്പൊ 2ാമത്തെ ക്യാൻഡ് നമുക്ക് കഴിയാനായി അല്ലെ. പിന്നെ അതിൽ ഫസ്റ്റ് വോളിയം ബുക്കും കഴിഞ്ഞ് സെക്കൻഡ് വോളിയം ബുക്കിലാണ് 2 ബുക്കുണ്ട്. 3ാമത്തെ ക്യാൻഡ് വരുമ്പോൾ 2 ബുക്കുണ്ട് ഭാഗവതം. അപ്പൊ അതിൽ നമുക്ക് 2ാമത്തെ ബുക്കിലാണ് അത് പറയുന്നത്. അപ്പൊ ഇപ്പോഴേ നമ്മൾ അതിനെ ഒരുപാട് ഇതാക്കി എടുക്കേണ്ട കാര്യമില്ല. പ്രധാന എന്ന് പറഞ്ഞാല് നമ്മുടെ ത്രിഗുണങ്ങള്, പ്രകൃതി ഗുണങ്ങളുണ്ടല്ലോ, സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഇത് 3ന്റെയും കൂടി ഒരു ഇക്വിലിബ്രിയത്തില് അതിനെ വേർതിരിച്ചെടുക്കാതെ ഒരുമിച്ച് ഉള്ള സഞ്ചയമായിട്ടുള്ളതിനെയാണ് പ്രധാന എന്ന് പറയുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് പറയുന്നത് അടുത്തതില് അപ്പൊ ഇതിന് എന്തില്ല, പ്രത്യേകിച്ച് ഈ ഒരു വിരാട് രൂപത്തിന് പ്രത്യേകിച്ച് ഒരു ഗ്രോസ് ഫോം അല്ലെങ്കിൽ സട്ടിൽ ഫോം എന്നതിനേക്കാൾ ഉപരിയായി ആധ്യാത്മികമായിട്ടുള്ള ഒരു രൂപമാണുള്ളത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ജീവതത്വത്തിനും ജീവാത്മാക്കൾക്ക് തന്നെയും ഈ ഗ്രോസ് ഫോം അല്ലെങ്കിൽ സട്ടിൽ ഫോം ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല. കാരണം അതെല്ലാം തന്നെ എല്ലാം വരുന്നത് എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ് എന്നെല്ലാമാണ് നമ്മൾ ഒരു ഹയർ ആയിട്ടുള്ള ഒരു നോളജ്, നമ്മൾ ആ ഒരു ജ്ഞാനം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അതൊക്കെ നല്ലപോലെ ബുദ്ധിമുട്ടാണ് അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ. ഇവിടെ 34ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന് എന്തില്ല, അനാദി മധ്യ നിധനം, എന്തില്ല, അനന്തമായിട്ടുള്ള അല്ലെ, അന്തമില്ല, ആദിയില്ല, മധ്യവുമില്ല, ഇത് 3മേ ഇല്ല. നമ്മള് ഇതെല്ലാം ഉള്ളത് എന്ന് പറഞ്ഞാല് ഭൗതികമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആദ്യമുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്, നടുവിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു അല്ലെ. ഇതൊക്കെയും എന്താണ്? ഭൗതികമായിട്ടുള്ളതാണ്. നമ്മൾ ചുറ്റിനും കാണുന്നതെല്ലാം ഭൗതികമാണ്. കാരണം ഒരിക്കലും നശിക്കാത്ത സനാതനമായ അല്ലെങ്കിൽ ശാശ്വതമായ ഒന്ന് നമുക്ക് ചുറ്റിനും കാണാനില്ല. ഭഗവാൻ അതല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് അറിയില്ല. അപ്പൊ അനാദി മധ്യനിധനം എന്ന് പറയുന്നതില് നമുക്ക് അതിനേക്കാൾ ഒന്ന് നമ്മുടെ ഊഹാപോഹങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനോ ഒന്നുമേ കഴിയാത്ത അചിന്തനീയമായിട്ടുള്ള ഒരു ശക്തി, അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മൾ ഭഗവത്ഗീതയിലെ 11ാമത്തെ വിശ്വരൂപത്തിന്റെ ചാപ്റ്ററിന്റെ ഒരു ശ്ലോക നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതിലൊരു റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതിലല്ലേ 7.4 മാത്രമേ ഉള്ളൂ. 11 ഇപ്പൊ ഞാൻ എവിടെയോ കണ്ടു. അത് അടുത്ത ശ്ലോകം എങ്ങാനുമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ 11ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞാല് 19ാമത്തെ ശ്ലോകം, ഭഗവത്ഗീതയിൽ 11.19, അതിൽ നോക്കിക്കഴിഞ്ഞാല് അനാദി മധ്യാന്തം അനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിതം തപന്തം. അവിടെ പറയുന്നുണ്ട് ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ട് എന്താ പറയുന്നത്? അവിടേക്ക് തുടക്കമോ മധ്യമോ അവസാനമോ ഒന്നുമില്ല. അമേയമാണ് അങ്ങയുടെ പ്രഭാവം. അനേകം കൈകളും സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളും അങ്ങേക്കുണ്ട്. വായിൽ നിന്ന് തീപാളുന്നു. അങ്ങയുടെ തേജസ്സാൽ ലോകമെമ്പാടും ജ്വലിക്കുന്നതായും ഞാൻ കാണുന്നുണ്ട് എന്നവിടെ പറയുന്നുണ്ട് അല്ലെ. പിന്നീട് 40ാമത്തെ ശ്ലോകത്തില് അദ്ദേഹം അർജുനൻ പറയുകയാണ് എന്താണ്? മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഞാൻ അങ്ങയെ പ്രണമിക്കട്ടെ എന്ന് പറയാണ്. അപ്പൊ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നതിന് ആദ്യമില്ല, അന്തമില്ല, മധ്യമില്ല, അതുപോലെ പ്രത്യേകിച്ച് ഫ്രണ്ട്, ബാക്ക്, സൈഡ് എന്നൊന്നും നമുക്ക് എടുത്ത് പറയാനായിട്ട് കഴിയാത്ത രീതിയിലാണ് ഇവിടെ അർജുനൻ വിശ്വരൂപം ദർശിച്ചത് തന്നെ. വിരാട് രൂപത്തിന്റെ കാര്യം പറയുമ്പോഴും ഇവിടെ സൂക്ഷ്മതരമായിട്ടോ അല്ലെങ്കിൽ സ്ഥൂലതരമായിട്ടോ ഉള്ള രൂപത്തെക്കാളൊക്കെയും ഉപരിയായി ആധ്യാത്മികമായിട്ട് ഭഗവാന്റെ രൂപം. അപ്പൊ നമ്മള് ഇതൊക്കെയും ഈ വിരാട് രൂപമൊക്കെയും നമ്മൾ പഠിക്കുന്നു. ഭഗവാന്റെ ആ ഒരു മഹത്വം എന്താണ്, ഗ്രേറ്റ്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതൊക്കെയും മനസ്സിലാക്കുമ്പോഴും എപ്പോഴും തന്നെ നമ്മുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക: ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ
കാരണം എല്ലാറ്റിന്റെയും കാരണക്കാരനായിട്ടുള്ള ഭഗവാൻ. അതാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടത്, ഹൃദയത്തിൽ ഭക്തിയോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഭഗവാൻ 11.54 പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, ഭക്ത്യാത്വ അനന്യാശക്യ അഹമേവം വിധോർജുന. എന്താണ്? എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ ഇപ്പോൾ കാണുന്ന രീതിയിൽ അങ്ങനെ നേരിട്ട് കാണാനും അറിയാനും ഒക്കെ കഴിയുകയുള്ളൂ. ഭഗവാന്റെ നിഗൂഢതയിൽ നമുക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഭക്തി മാത്രം. ഭക്ത്യാമാം അഭിജാനാതി, പല പല ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് ഇതിലേക്ക് ഇറങ്ങിപ്പോയി അതിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ജ്ഞാനം നേടി ഒന്നുമേ നമ്മൾ നേടാൻ പോകുന്നില്ല. നമ്മൾ നേടുന്നത് എങ്ങനെ മാത്രമാണ്? ഭക്ത്യാമാം അഭിജാനാതി, ഭക്ത്യാത്വ അനന്യാശക്യ, ഇങ്ങനെയെല്ലാം ധാരാളം ശ്ലോകങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 55ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, മത്കർമ്മകൃത് മത്പരമോ മദ്ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യസമ്യമാമീതി പാണ്ഡവ. എന്ത് ചെയ്യണം? ഭഗവാന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കണം. ശുദ്ധ പ്രേമയുത ഭക്തി സേവനത്തിൽ ഏർപ്പെടണം, അല്ലെ? അങ്ങനെ പ്രേമം നിറഞ്ഞ ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ആ കാമ്യകർമ്മങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും ഒന്നും മാലിന്യം പാടില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ആ ഊഹാപോഹത്തെ കുറിച്ച്. നമുക്കങ്ങനെ ഊഹാപോഹത്തിലൂടെ, മെന്റൽ സ്പെക്കുലേഷനിലൂടെയോ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പ്രഷനിലൂടെയോ ഒന്നും തന്നെ ഭഗവാനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഏക പൂർണ്ണവനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാ? ഭഗവാൻ മാത്രമാണ്. ആ പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഭക്തിയോടുകൂടി ഭഗവാന് പ്രേമയുത ഭക്തി സേവനം ചെയ്യുക, ഭക്തിയുത സേവനം ചെയ്യുക. ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത്, അല്ലെ? അതാണ് മത്കർമ്മകൃൻ മത്പരമോ, ഏറ്റവുമായിട്ട് മാലിന്യമൊന്നും കൂടാതെ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുക. പിന്നെ എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി ഭഗവാനെ കരുതുക. സർവഭൂതങ്ങളോടും സുഹൃദ് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണ് ഭക്തൻ, അല്ലെ? ആ ഭക്തൻ നിശ്ചയമായും ഭഗവാനെ തന്നെ പ്രാപിക്കുമെന്നാണ് 11.55 ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് അഷ്ടഭിന്ന പ്രകൃതി ഉണ്ട് എന്നൊക്കെ നമുക്ക് ഗീതയിൽ ഒരു ചെറിയൊരു ട്രെയിലർ തന്നു. ഇനി അതിനെല്ലാം വിശദീകരിച്ച് നമുക്ക് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെയും പഠിക്കുന്ന ജ്ഞാനം നേടുന്നു, ഒക്കെ നല്ലത് തന്നെ. പക്ഷേ അപ്പോഴും ഈ വിരാട് രൂപത്തെയും വിശ്വരൂപത്തെയും ഒക്കെയും ധ്യാനിക്കാതെ ഭഗവാന്റെ ശ്യാമസുന്ദര രൂപത്തെ പ്രാർത്ഥിക്കണം എന്നാണ് നമുക്ക് ശ്രീല പ്രഭുപാദരും നമ്മുടെ ജഗദ്ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇത്രയും നല്ല ഒരു ക്ലാസ് തന്ന മാതാജിക്ക് വേണ്ടി നമുക്ക് 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ.